മലയാള സിനിമയിൽ നായകനെ നായകനാക്കുന്നത് വില്ലനാണ്. സിനിമയിൽ വില്ലന്റെ ക്രൂരതയും ദുഷ്ടതയും കൂടുന്നതനുസരിച്ച് പ്രേക്ഷകർക്ക് നായകനോടുള്ള ഇഷ്ടവും കൂടും. അതുകൊണ്ട് തന്നെ എതിരാളികളില്ലാത്ത നായകന്മാരില്ല. എന്നാൽ ഈ സുന്ദരൻ നായകന്മാർക്ക് എതിരാളി ഒരു വില്ലത്തിയായാലോ? മലയാള സിനിമകളിൽ വിരലിലെണ്ണാവുന്ന വില്ലത്തി കഥാപാത്രങ്ങളെ ആ രീതിയിൽ അവതരിക്കപ്പെട്ടിട്ടുള്ളൂ. എങ്കിലും ചില താരസുന്ദരിമാരും പ്രതിനായക കഥാപാത്രങ്ങളിൽ അസാമാന്യ മികവ് തെളിയിച്ചിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിൽ ഹോം നേഴ്സിന്റെ രൂപത്തിൽ സ്നേഹം നടിച്ചെത്തുന്ന നായികയെ മലയാളി പ്രേക്ഷകർക്ക് മറക്കാൻ കഴിയില്ല. തളർച്ച മൂലം പൂർണ്ണമായി കിടപ്പിലായ സ്റ്റീഫൻ ലൂയിസിനെ പരിചരിക്കാൻ എന്ന പോലെ എത്തുന്ന ഹോം നേഴ്സ് സ്നേഹം നടിച്ച അയാളെ കൊല്ലാൻ ശ്രമിക്കുന്നു. സിനിമയുടെ അവസാന ഭാഗത്ത് മാത്രമാണ് ഹോം നേഴ്സിന്റെ വില്ലത്തരം വെളിവാക്കപ്പെടുന്നത്. 2011 പുറത്തിറങ്ങിയ ചിത്രത്തിൽ മേഘന രാജാണ് ആ വില്ലത്തി കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. തേന്മാൻകൊമ്പത്ത് എന്ന ചിത്രത്തിൽ ശ്രീകൃഷ്ണൻ എന്ന നാട്ടുപ്രമാണിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രതിനായികയാണ് ഇഞ്ചിമൂട ഗാന്ധാരി. ഇഞ്ചിമൂട ഗാന്ധാരിയുടെ വില്ലത്തരം നായകനോടല്ലെങ്കിലും നായകന് തുല്യവേഷം ചെയ്ത ഒടുവിൽ യഥാർത്ഥ വില്ലനായി മാറിയ ശ്രീകൃഷ്ണനോടായിരുന്നു. എന്നാൽ എന്നും പരാജയമായിരുന്നു ഈ വില്ലത്തി കഥാപാത്രത്തിന് നേരിടേണ്ടി വന്നത്. ഇഞ്ചിമൂട ഗാന്ധാരിയെ അനശ്വരമാക്കിയത് അന്തരിച്ച നടി സുകുമാരിയും. മോഹൻലാലും ശോഭനയും നായികാനായകന്മാരായ ചിത്രത്തിൽ ശ്രീകൃഷ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നെടുമുടി വേണുവായിരുന്നു. ഗീതാഞ്ജലിയിൽ ഇരട്ട സഹോദരങ്ങളാണ് അഞ്ജലിയും ഗീതയും. ഇതിൽ ഗീത മരിക്കുന്നു. ഗീതയുടെ പ്രേതബാധയേറ്റ് അഞ്ജലിയെ ചികിത്സിക്കാൻ ഡോക്ടർ സണ്ണി എത്തുന്നു. മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണിയായി മോഹൻലാൽ വീണ്ടും എത്തിയ ചിത്രമായിരുന്നു ഗീതാഞ്ജലി. ക്രിമിനൽ സ്വഭാവമുള്ള ഗീത ഒരു വാഗ്വാദത്തിനിടയിൽ അഞ്ജലിയെയാണ് കൊല്ലുന്നതെന്ന് സണ്ണി കണ്ടുപിടിക്കുന്നു. മറിഞ്ഞിരുന്ന് ചരട് വലിച്ച വില്ലത്തിയെയും നായികയും സിനിമയിൽ അവതരിപ്പിച്ചത് അന്ന് പുതുമുഖ നായികയായി വെള്ളിത്തിരയിലെത്തിയ കീർത്തി സുരേഷാണ്. മലയാളിത്തമുള്ള കഥാപാത്രങ്ങൾ മാത്രം പരീക്ഷിച്ചിട്ടുള്ള കാവ്യമാധവൻ വില്ലത്തിയായി എത്തിയ ചിത്രമായിരുന്നു നാദിയ കൊല്ലപ്പെട്ട രാത്രി. നാദിയ മേത്തർ, നാദിറ മേത്തർ എന്നീ ഇരട്ട സഹോദരിമാരെയാണ് താരം അവതരിപ്പിച്ചത്. കാവ്യയുടെ കരിയറിലെ തന്നെ തികച്ചും വ്യത്യസ്തമായ നെഗറ്റീവ് മേക്ക് ഓവർ ആയിരുന്നു ചിത്രത്തിലെ നാദിറ എന്ന കഥാപാത്രത്തിൻ്റെത്. നായിക തന്നെ വില്ലത്തിയായി പരിണമിക്കുന്ന രംഗങ്ങൾ വളരെ തന്മയത്വത്തോടെയാണ് കാവ്യ അഭിനയിച്ചത്. കാവ്യയ്ക്ക് പാവം മലയാളി പെൺകുട്ടിയാകാൻ മാത്രമല്ല നെഗറ്റീവ് ടച്ച് കഥാപാത്രങ്ങളും ആ കൈകളിൽ ഭദ്രമാവുമെന്ന് തെളിയിക്കുകയായിരുന്നു ചിത്രം. അതുപോലെ നായികയും വില്ലത്തിയുമായി മഞ്ജു വാര്യർ അഭിനയിച്ച് അനശ്വരമാക്കിയ ചിത്രമായിരുന്നു കണ്ണെഴുതി പൊട്ടും തൊട്ട്.